നമസ്കാരം, സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികളുടെ തീരദേശ റോഡ് ഉപരോധത്തിൽ കയ്യാങ്കളി. ഹാർബർ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ മുറിയിലേക്ക് തൊഴിലാളികൾ തള്ളിക്കയറി. ഓഫീസിന്റെ ജനാല അടിച്ചു തകർത്തു. പീഡനക്കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം. 43 വർഷം കഠിന തടവും 4 ലക്ഷം പിഴയും വിധിച്ച് പാലക്കാട് പോക്സോ കോടതി. നെല്ലായ സ്വദേശി മണികണ്ഠനെതിരായ വിധി 15-കാരിയെ പീഡിപ്പിച്ച കേസിൽ. കൊല്ലത്ത് അങ്കനവാടിയിൽ ആന. തെന്മല ചെറുകടവിൽ കുട്ടികളെ വിടാൻ പേടിച്ച് രക്ഷിതാക്കൾ. പരാതികളിൽ കണ്ണടച്ച് ഇരുട്ടാക്കി വനം വകുപ്പ്. സർക്കാർ പ്രഖ്യാപനം വെറും വാക്കായി. പട്ടയത്തിനായി കാത്തിരിപ്പ് തുടർന്ന് കല്ലാർകുട്ടിയിലെ നാട്ടുകാർ. പട്ടയം കിട്ടാത്തത് 3000-ലേറെ കുടുംബങ്ങൾക്ക്. വായ്പ നിഷേധിച്ച് ബാങ്കുകാർ. മുതുതല പെരുമുടിയൂരിൽ റോഡ് പണിയിൽ വൻ അട്ടിമറി. അനുവദിച്ച ഫണ്ട് വകമാറ്റി. തകർന്ന റോഡിലൂടെ ദുരിതയാത്രയുമായി നാട്ടുകാർ. വാർത്തകൾ വിശദമായി നോക്കാം. മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികളുടെ തീരദേശ റോഡ് ഉപരോധത്തിൽ സംഘർഷവും കയ്യാങ്കളിയും. നാട്ടുകാരുടെ ആവശ്യങ്ങൾക്ക് നേരെ അധികൃതർ മുഖം തിരിച്ചു നിൽക്കുന്നുവെന്നാരോപിച്ച് ഹാർബർ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ മുറിയിലേക്ക് തൊഴിലാളികൾ തള്ളിക്കയറി. ഓഫീസിന്റെ ജനാല അടിച്ചു തകർത്തു. ഡ്രഡ്ജർ തകരാറിലായി മണൽ നീക്കം നിലച്ചിട്ട് 3 ദിവസം കഴിഞ്ഞതോടെയാണ് ഉപരോധവുമായി മത്സ്യത്തൊഴിലാളികൾ റോഡിലേക്കിറങ്ങിയത്. സമരം ആരംഭിച്ച് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടിയൊന്നും ഉണ്ടാകുന്നില്ലെന്നാരോപിച്ചാണ് മത്സ്യത്തൊഴിലാളികൾ ഹാർബർ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ മുറിയിലേക്ക് തള്ളിക്കയറിയത്. പോലീസ് സുരക്ഷ ഉണ്ടായിരുന്നെങ്കിലും പ്രതിഷേധക്കാരെ തടയാനായില്ല. അവിടെ ഉണ്ടായ തർക്കമാണ് കയ്യാങ്കളിയിലെത്തിയത്. പ്രകോപിതരായെത്തിയ സമരക്കാർ ഓഫീസിന്റെ ജനാല അടിച്ചു തകർത്തു. പെരുമാതുറ താഴമ്പള്ളി സ്വദേശി ഷാജിയാണ് ഓഫീസിലെ ജനാല തകർത്തത്. ഷാജിയെ പിടികൂടിയ പോലീസിന്റെ നേരെ മത്സ്യത്തൊഴിലാളികൾ പാഞ്ഞെടുത്തു. സംഘർഷത്തിനിടയിലും ഷാജിയെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. സ്ഥലത്ത് വൻ പ്രതിഷേധം തുടരുകയാണ്. ഡ്രഡ്ജർ തകരാറിലായിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടും മണൽ നീക്കം നടക്കാത്തതിനാലാണ് തീരദേശ റോഡ് മത്സ്യത്തൊഴിലാളികൾ ഉപരോധിച്ചത്. മണൽ നീക്കം കാര്യക്ഷമമായി നടക്കാത്തതിനാൽ പുഴി മൂടുന്ന അവസ്ഥയാണ്. മീൻ പിടിക്കാൻ കടലിൽ വള്ളമിറക്കാൻ കഴിയാത്ത സാഹചര്യം. ഇതോടെയാണ് പ്രതിഷേധവുമായി മത്സ്യത്തൊഴിലാളികൾ വീണ്ടും രംഗത്തെത്തിയത്. രാവിലെ മുതൽ തീരദേശ റോഡ് മത്സ്യത്തൊഴിലാളികൾ ഉപരോധിച്ചിരുന്നു. തുടർന്ന് 3 മണിയായിട്ടും ചർച്ചയ്ക്ക് ഉദ്യോഗസ്ഥർ എത്താത്തതിനെ തുടർന്നാണ് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ മുറിയിലേക്ക് തൊഴിലാളികൾ തള്ളിക്കയറിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. 15-കാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തവും 43 വർഷം കഠിന തടവും പിഴയും ശിക്ഷ. നെല്ലായ സ്വദേശി മണികണ്ഠനെയാണ് ശിക്ഷിച്ചത്. 4 ലക്ഷം രൂപ പിഴയും ഒടുക്കണം. പാലക്കാട് പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. പിഴത്തുക കൂടാതെ അതിജീവിതയ്ക്ക് അധിക ധനസഹായവും വിധിച്ചു. മലപ്പുറം കാളികാവ് ടാപ്പിംഗ് തൊഴിലാളിയെ കൊന്ന കടുവയ്ക്ക് വേണ്ടിയുള്ള ദൌത്യം പുരോഗമിക്കുന്നു. റബ്ബർ എസ്റ്റേറ്റിൽ കാടിനോട് ചേർന്ന് 2 ഇടങ്ങളിൽ കൂട് സ്ഥാപിച്ചു. കടുവയെ കണ്ടെത്തുകയാണ് ആദ്യഘട്ടമെന്നും ദൌത്യം ഏറെ ദിവസം നീണ്ടേക്കുമെന്നും ഡോക്ടർ അരുൺ സക്കറിയ ന്യൂസ് 18നോട് പറഞ്ഞു. വനമന്ത്രിയെ കൈയും കാലും കെട്ടി കടുവക്കൂട്ടിലടയ്ക്കണമെന്ന് മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയ് അധിക്ഷേപിച്ചു. കാട്ടിൽ കടുവ വരാൻ സാധ്യതയുള്ള 2 ഇടങ്ങളിലാണ് വനംവകുപ്പ് ഇപ്പോൾ കൂട് സ്ഥാപിച്ചിട്ടുള്ളത്. ഗഫൂറിന്റെ മൃതദേഹം കണ്ടെത്തിയിടത്തും വന്യജീവികൾ വെള്ളം കുടിക്കാൻ സാധ്യതയുള്ള മേഖലയിലുമാണ് കൂടുകൾ. കാട്ടിൽ സ്ഥാപിച്ച ക്യാമറകളിൽ കടുവയുടെ ചിത്രം ഇതുവരെ പതിഞ്ഞിട്ടില്ല. കടുവയെ കണ്ടെത്തുകയാണ് ആദ്യ ലക്ഷ്യം. കുങ്കിയാനകളും തെർമൽ ഡ്രോണുകളും ദൌത്യത്തിൽ നിർണായകമാണെന്നും ദൌത്യം ഏറെ ദിവസം നീളാൻ സാധ്യതയുണ്ടെന്നും ഡോക്ടർ അരുൺ സക്കറിയ ന്യൂസ് 18നോട് പറഞ്ഞു. കടുവ ഉണ്ടാവാനുള്ള സാധ്യത ഏരിയയിൽ കംപ്ലീറ്റ് തെരച്ചിൽ നടത്തും. അതിനിടയ്ക്ക് ചാൻസ് എൻകൗണ്ടർ വരികയാണെങ്കിൽ നമ്മൾ മയക്കൊടി വെക്കുകയും ചെയ്യും. ഇതിന് എവിടെയാണ് ഇവൻ്റെ ആക്ടിവിറ്റി എന്ന് അറിഞ്ഞു കഴിഞ്ഞ ശേഷം അവിടേക്ക് നമ്മൾ പ്രഷർ കൊടുക്കുക ചെയ്യും. ലോങ് ഓപ്പറേഷനാണ്. 28-29 ദിവസം വരെയൊക്കെ ചിലത് പോകാറുണ്ട്. കടുവയുടെ കാൽപാത അടയാളങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും കൂടുതൽ ദൌത്യസേനാംഗങ്ങളെ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ടെന്നും CCF TUമയും വ്യക്തമാക്കി. ഇപ്പോൾ ഇന്ന് തെരച്ചിലിന് സമയത്ത് അവർക്ക് പഗ് മാർക്ക്, റാക്കിംഗ് മാർക്സ് ഇതുള്ള ഒരു സൈൻ മാർക്സ് നമുക്ക് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് നാരോ ഡൗൺ ചെയ്യാൻ കഴിയും. അതേസമയം കാളികാവ് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ DCC പ്രസിഡന്റ് VS ജോയ് വനമന്ത്രിക്കെതിരെ അതിരൂക്ഷ അധിക്ഷേപവും പരിഹാസവുമാണ് നടത്തിയത്. മനുഷ്യൻ മരിക്കുമ്പോൾ ചിരിക്കുകയും മൃഗങ്ങൾ മരിക്കുമ്പോൾ കരയുകയും ചെയ്യുന്ന ഒരു കടൽക്കിഴവനാണ് കേരളത്തിന്റെ വനം മന്ത്രി. അയാളുടെ കൈയും കാലും കെട്ടി ഈ കടുവ കൂട്ടിലേക്ക് ഇട്ടുകൊടുത്താലേ പ്രാണഭയം എന്ത് ഈ നാട്ടിലെ ജനങ്ങൾ ജീവിക്കുന്ന അവസ്ഥ
മനസ്സിലാകൂ. തെർമൽ ഡ്രോണുകൾ ഉപയോഗിച്ച് രാത്രികാലത്താവും പരിശോധന. കുങ്കിയാന കുഞ്ചുവിനൊപ്പം കോന്നി സുരേന്ദ്രൻ കൂടി ചേരുന്നതോടെ ദൗത്യത്തിന് കുറെ കൂടി വേഗം കൈവരികയും ചെയ്യും. രാവും പകലുമില്ലാതെ മഞ്ഞും മഴയും കാര്യമാക്കാതെ കടുവയെ പിടികൂടാൻ സാധ്യമായതെല്ലാം ചെയ്യുകയാണ് വനം വകുപ്പ് ഇപ്പോൾ. ന്യൂസ് 18 മലപ്പുറം. കാട്ടാനയെ പേടിച്ച് പ്രവർത്തിക്കാനാകാതെ കൊല്ലം തെന്മല ചെറുകടവിലെ അംഗനവാടി. ആനകളെ പേടിച്ച് കുട്ടികളെ പഠിക്കാൻ വിടാൻ മടിക്കുകയാണ് രക്ഷിതാക്കൾ. വനംവകുപ്പാകട്ടെ ഒരിടപെടലും നടത്തുന്നില്ലെന്നാണ് രക്ഷിതാക്കൾ പറയുന്നത്. ചെറുകടവിലെ അംഗൻവാടിയിൽ 17 കുട്ടികൾ ഉണ്ടായിരുന്നു നേരത്തെ. ഇപ്പോൾ കുട്ടികളുടെ എണ്ണം 4 കുറഞ്ഞു. രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ അംഗൻവാടിയുടെ മുറ്റത്ത് ആനകളെത്തും. സുരക്ഷയില്ലാത്തതിനാൽ കുട്ടികളെ വിടാൻ രക്ഷിതാക്കൾ ഭയപ്പെടുന്നു. പേടിച്ചാണ് ജീവനക്കാരും എത്തുന്നത്. 17 പ്രീ സ്കൂൾ കുട്ടികളിൽ 16 പ്രീ സ്കൂൾ കുട്ടികൾ അംഗൻവാടി വന്നുകൊണ്ടിരുന്നതാണ്. ഇന്ന് 4 കുട്ടികൾ മാത്രമേ ഉള്ളൂ. ഇന്നലെ 4 മണിക്ക് വരെ ആന ഇവിടെ ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുക, ശല്യം കാരണം. ഇപ്പം 5 മണി 4 സമയമൊന്നും ഇല്ല. എപ്പോഴും എല്ലാ പകലും ഒക്കെ മുറ്റത്തിലെ പട്ടിയും പൂച്ചയും നിൽക്കുന്നതിന്റെ കൂട്ട് ആന നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പം ഇവിടെ ഒരു ട്രെഞ്ച് എടുത്തിട്ടുണ്ടെങ്കിലും അത് യാതൊരു സംരക്ഷണവും ഇല്ലാത്തൊരവസ്ഥ, പഴയതിനെക്കാട്ടി രൂക്ഷമായിട്ടിരിക്കുക. മേഖലയിൽ കാട്ടാന ശല്യം കൂടിയിട്ട് 3 വർഷമായി. ആന മാത്രമല്ല, പന്നിയും കുരങ്ങും മ്ലാവും മലയണ്ണാനും കാട്ടുപോത്തും എല്ലാം എത്തും. കൃഷിയിടങ്ങളിൽ ദിവസങ്ങളോളം ആനകൾ തമ്പടിക്കും. വ്യാപക നാശം വരുത്തിയാണ് മടക്കം. 2-3 വർഷം കൊണ്ടാണ് ആന ശല്യം ഉള്ളത്. അതിന് മുമ്പ് ആന ശല്യമൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ പിന്നെ ഫോറസ്റ്റ് ഏരിയ ഇതിൻ്റെ ബെൽറ്റ് മൊത്തം, ഈ പുരയുടെ ബെൽറ്റ് മൊത്തം 1 കിലോമീറ്റർ ഇടവിട്ട് അവര് ഫോറസ്റ്റ് ആക്കി. പടക്കം പൊട്ടിച്ചും പാട്ടകൊട്ടിയും പരമ്പരാഗത രീതിയിൽ ആനയെ തുരത്താൻ ശ്രമിക്കുന്നുണ്ട് നാട്ടുകാർ. നേരത്തെ ആനകൾ ഇങ്ങനെ വരുത്തുമൊന്നുമില്ലായിരുന്നു. ഈ കിടങ്ങെടുത്തുന്നൊക്കെ പിന്നാണ് ഈ ശല്യങ്ങൾ ഇത്രയും വരുന്നത്. അത് ആനയല്ല, ഈ കിടങ്ങൻ ഇപ്പുറം കിടക്കുക, അപ്പുറത്തോട്ട് അതിന് പോകാൻ വഴിയില്ല. അത് കാരണം എല്ലാം ഇങ്ങനെ നേരം വയ്യുമ്പോഴും പകലും എല്ലാം ഉണ്ട് ഇവിടെ. വനം വകുപ്പിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ല എന്നാണ് വാർഡ് മെമ്പറുടെ പരാതി. രാത്രി കാലങ്ങളിൽ ആന ഈ വീടുകളുടെ മുറ്റത്തുനിന്ന് മാറുന്നില്ല. ഇത് ഞങ്ങൾ പരാതി കൊടുത്ത് ഞങ്ങൾ മടുത്ത്. പഞ്ചായത്ത് നമ്പർ നിധിയില്ല, ഞാൻ ഇതിന്റെ റിപ്പോർട്ടൊക്കെ ഞാൻ പരാതി അയച്ചിട്ടുള്ളതാണ്. ഈ ആനശല്യം കൊണ്ട് ഞങ്ങൾക്ക് ഒരു കൃഷി ചെയ്യാത്ത കണ്ടീഷനും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ ഇതിനെപ്പറ്റി ഒരു നടപടി എടുക്കുന്നില്ല. ന്യൂസ് 18 പുനലൂർ. ഇടുക്കി അടിമാലി മച്ചിപ്ലാവ് അംഗനവാടിക്ക് പുതിയ കെട്ടിടം ഒരുങ്ങുന്നു. മച്ചിപ്ലാവ് സ്വദേശി TF ജോസഫ് സൗജന്യമായി നൽകിയ സ്ഥലത്താണ് സ്മാർട്ട് അംഗനവാടി ഉയരുന്നത്. സ്മാർട്ട് അംഗനവാടി കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം സോളി ജീസസ് നിർവഹിച്ചു. 20 വർഷത്തിലധികമായി അടിമാലി മച്ചിപ്ലാവ് സ്കൂൾ പടിയിലെ 63-ാം നമ്പർ അംഗനവാടി ഒറ്റമുറി കെട്ടിടത്തിൽ പരിമിതമായ സ്ഥലത്താണ് പ്രവർത്തിച്ചിരുന്നത്. അംഗൻവാടിക്ക് കെട്ടിടം പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ഏറെ നാളായി നാട്ടുകാർ ഉന്നയിച്ചിരുന്നു. സ്ഥലം ലഭ്യമല്ലാത്തതിനാലാണ് കെട്ടിട നിർമ്മാണം തുടങ്ങാൻ കഴിയാതെ പോയത്. മച്ചിപ്ലാവ് സ്വദേശി TF ജോസഫ് 6 സെന്റ് ഭൂമി സൗജന്യമായി നൽകിയതോടെ കെട്ടിട നിർമ്മാണത്തിന് തുടക്കമായി. കെട്ടിട നിർമ്മാണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം സോളി ജീസസ് നിർവഹിച്ചു. 6 സെന്റ് സ്ഥലം ഇവിടെ തൊട്ടുവലിലെ ജോസഫ് ഏട്ടൻ്റെ സ്ഥലം നമുക്ക് ഈ അംഗൻവാടിക്ക് വേണ്ടിയിട്ട് വിട്ടു തന്നിരിക്കുകയാണെന്ന് അറിഞ്ഞു. അതുകൊണ്ട് ഞാൻ ആ ഫണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി. ആദ്യം 22 ലക്ഷം രൂപയാണ് അവിടെ വെച്ചായിരുന്നത്. അവിടെ സ്ഥലം കിട്ടാത്തതുകൊണ്ട് വീണ്ടും ആ ഫണ്ട് ഒഴിവായി പോയായിരുന്നു. വീണ്ടും രണ്ടാമത് ഞാൻ വേറെ ഫണ്ട് വെച്ച് ആണ് ഇവിടെ ഈ അംഗൻവാടിക്ക് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തിയത്. ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 25 ലക്ഷം രൂപ ചെലവിട്ടാണ് നിർമ്മാണം. മിൽമ ഡയറക്ടർ ബോർഡ് അംഗം പോൾ മാത്യു, DCC ജനറൽ സെക്രട്ടറി KA ജീസസ്, സിബു അപ്പച്ചൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി ഹൈറേഞ്ചിന്റെ കവാടവും അഭിമാനവുമായ ദക്ഷിണേന്ത്യയിലെ ആദ്യ ആർച്ച് പാലത്തിന് 90 വയസ്സ്. പെരിയാറിന് കുറുകെ 1930കളിൽ പണി കഴിപ്പിച്ച നേര്യമംഗലം പാലമാണ് ഇന്നും പുതുമയോടെ നിലനിൽക്കുന്നത്. കേരളത്തെ പിടിച്ചുലച്ച 2 മഹാപ്രളയങ്ങളുടെ അതിജീവനത്തിന് നേർചിത്രമായ നേര്യമംഗലം പാലവും പരിസരങ്ങളും സഞ്ചാരികളുടെ ഇഷ്ടയിടം കൂടിയാണ്. ഇടുക്കിക്കാർക്ക് നേര്യമംഗലം പാലം ഒരുപാട് ഓർമ്മകൾ നൽകുന്ന പാലമാണെങ്കിൽ മറ്റുള്ളവർക്കും സഞ്ചാരികൾക്കും ഈ പാലം പെരിയാറിന് മുകളിൽ വനത്തോട് ചേർന്നുള്ള കൗതുക നിർമ്മിതി കൂടിയാണ്. ഇതുവഴി ഒരിക്കലെങ്കിലും കടന്നുപോയ ഏതൊരാൾക്കും ഈ പാലത്തെ മറക്കാനാകുമോ എന്നതും സംശയമാണ്. അത്രയേറെ ഓർമ്മകളിൽ തങ്ങി നിൽക്കുവാൻ കഴിയുന്ന ഒരു കൗതുക അനുഭവമാണ് നേര്യമംഗലം പാലം സമ്മാനിക്കുക. 1924-ലെ മഹാപ്രളയത്തിൽ
അന്ന് മാങ്കുളത്തുകൂടി ഉണ്ടായിരുന്ന ആലുവ മൂന്നാർ റോഡ് ഒലിച്ചു പോയിരുന്നു. ഇതോടെയാണ് കോതമംഗലത്ത് നിന്നും നേര്യമംഗലത്തെത്തി അടിമാലി വഴി മൂന്നാറിലേക്ക് പോകുന്ന പുതിയ പാത തുറന്നത്. ഇതിന്റെ ഭാഗമായി നിർമ്മിച്ച നേര്യമംഗലം പാലം 1935 മാർച്ച് മാസത്തിൽ അന്നത്തെ ഭരണാധികാരി രാമവർമ്മ ശ്രീ ചിത്തിര തിരുനാളായിരുന്നു ഗതാഗതത്തിനായി തുറന്നു നൽകിയത്. മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചിരിക്കുന്ന പോലെ സുർക്കി മിശ്രിതം കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ആ സുർക്കി മിശ്രിതം കൊണ്ട് നിർമ്മിച്ചിട്ട് പോലും യാതൊരു കേടുപാടുകളും ഇല്ലാതെ ഇത്രയും കാലം വളരെ ശക്തമായി നിലനിൽക്കുന്ന ഈ പാലം ഒരു സ്മാരകമായി തന്നെ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ഒരു പാലം എന്ന നിലയ്ക്ക് നിലനിർത്തണം എന്നാണ് നേര്യമംഗലം നിവാസികളുടെ ശക്തമായ ആവശ്യം. പുഴയും കാടും പച്ചപ്പും നിറഞ്ഞ പ്രകൃതി മനോഹാരിതയ്ക്ക് നടുവിൽ ഇടുക്കിയുടെ പ്രവേശന കവാടമായി തല ഉയർത്തി നിൽക്കുന്ന നേര്യമംഗലം പാലവും പരിസര പ്രദേശങ്ങളും ഇന്ന് സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. പഴയ പാലത്തിന് സമാന്തരമായി പുതിയ പാലത്തിന്റെ നിർമ്മാണ ജോലികളും പുരോഗമിക്കുന്നുണ്ട്. പാലത്തിന്റെ ചരിത്ര പ്രാധാന്യം കണക്കിലെടുത്ത് ഇതൊരു ചരിത്ര സ്മാരകമാക്കി മാറ്റണമെന്നും പാലത്തോട് ചേർന്നുള്ള ബോട്ട് ജെട്ടി പ്രവർത്തനക്ഷമമാക്കി കൂടുതൽ സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ന്യൂസ് 18 ഇടുക്കി. തിരുവനന്തപുരത്തെ മലയോര മേഖലയാണ് അമ്പൂരി. ഇവിടെ പതിറ്റാണ്ടുകളായുള്ള ആവശ്യമായിരുന്നു ഒരു പാലം എന്നത്. ഈ ആവശ്യം യാഥാർത്ഥ്യമാവുകയാണ്. ആദിവാസി ഊരുകളിലുള്ളവർക്കും വലിയ പ്രയോജനം നൽകുന്നതാണ് കൂമ്പിച്ചൽ കടവിൽ ഒരുങ്ങുന്ന പാലം. അമ്പൂരി ഗ്രാമപഞ്ചായത്തിലൂടെ കടന്നുപോകുന്ന നെയ്യാർ റിസർവോയറിന് മറുകരയിലുള്ളവർ ഏറെ ബുദ്ധിമുട്ടിയാണ് യാത്ര ചെയ്തിരുന്നത്. പലവട്ടം പാലം എന്ന ആവശ്യമുയർന്നു. വനം, ഇറിഗേഷൻ വകുപ്പുകളുടെ തർക്കത്തിൽ പദ്ധതി അനിശ്ചിതത്വത്തിലായി. ഇപ്പം നമ്മൾ ജീപ്പ് വിളിച്ചാണ് പോണത്. ജീപ്പ് വിളിച്ച് ഇവിടെ നിന്ന് അങ്ങ് നമ്മളെ വീട്ടിൻ്റെ അവിടെ എത്തുമ്പോൾ 400-450 രൂപയൊക്കെ കൊടുക്കണം. എന്നാൽ നാളുകൾക്കിപ്പുറം ഈ അവസ്ഥയ്ക്ക് മാറ്റം വരികയാണ്. ഇനി ഊരുകളിൽ നിന്നും ടൗണിലേക്കുള്ള അകലം കുറയും. പെട്ടെന്ന് ആശുപത്രിയിലായാലും ശരി, സ്കൂളിൽ പോകാനായാലും ശരി, ഞങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾ കൊണ്ടുപോയി വിൽക്കാനും എല്ലാം ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി. ഇപ്പം അമ്പൂരി പോയ അമ്പൂരിലൊരു കടയിൽ ഇന്ന് 60 രൂപയാണെങ്കിൽ അടുത്ത വേറൊരു കടയിൽ കൊണ്ട് നിങ്ങൾക്ക് 70 രൂപയ്ക്ക് കൊടുക്കാൻ സാധിക്കും ഈ പാലം വരുന്നതോടെ. പിന്നെ ഒത്തിരി പേര് വണ്ടികൾ എടുക്കുന്നുണ്ട്. വണ്ടികൾ ഇപ്പോഴും വണ്ടിയുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും 100% ഞങ്ങൾ സമ്പന്നരാണ് ഇപ്പോഴും. 12 സെറ്റിൽമെന്റുകളിലെ 100 കണക്കിന് കുടുംബങ്ങൾ ആശ്രയിക്കുന്നത് ഈ കടവിനെയാണ്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള വള്ളമാണ് കടത്തിന് ഏക ആശ്രയം. വളരെ സന്തോഷമാണ്. കുട്ടിയുടെ സ്കൂളിൽ പോകാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ മാറി. പിന്നെ അപ്പൂപ്പനപ്പൂപ്പന്മാരുടെയൊക്കെ കാലത്ത് പാലം വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു. നേരത്തെ ആശുപത്രിയിൽ പോകാനും എല്ലാ കാര്യത്തിനും ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പം പാലം വന്നുകൊണ്ട് നല്ല സന്തോഷമുണ്ട്. അമ്പൂരി, കുട്ടമല, വാഴിച്ചൽ, ആറുകാണി, കാട്ടാക്കട, നെയ്യാറ്റിൻകര തുടങ്ങിയിടങ്ങളിലേക്ക് നിരവധി വിദ്യാർത്ഥികളാണ് ഉപരിപഠനത്തിനുൾപ്പെടെ ഈ കടവ് കടന്നുപോകുന്നത്. പാലം വന്നതിന് കൊണ്ടുള്ള സന്തോഷം, ജനങ്ങളുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും കണ്ട് നമ്മൾ പല ദിവസവും സങ്കടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ താമസിക്കാൻ സ്ഥലം കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും വന്നതിൽ വലിയ സന്തോഷവും നല്ല അത് വന്നത് ആ വഴി വന്ന ആർക്കും ഉത്തരവില്ലാതെ നേരെ ചെയ്തത് വലിയ ഉപകാരവും നന്ദിയും ഉണ്ട്. ഇത് ഒരു 10-2000 പേർക്ക് ഗുണകരമാണ്. ഇവിടെ ഈ വാർഡിലെ എല്ലാ 10-2000 കൂടുതൽ ആൾക്കാർക്ക് ഇത് ഗുണകരമാണ്. ഈ പാലം വന്നതിൽ വളരെ സന്തോഷമാണ്. എല്ലാവർക്കും സന്തോഷമാണ്. 11 മീറ്റർ വീതിയുള്ള പാലത്തിൽ 8 മീറ്റർ വീതിയിൽ റോഡും ഇരുവശത്ത് ഫുട്പാത്തുമുണ്ട്. പ്രദേശത്തിന്റെ ടൂറിസം സാധ്യതകൾ മുൻനിർത്തി പാലത്തിനടിയിലൂടെ നെയ്യാർ ഡാമിൽ നിന്നും വിനോദസഞ്ചാരികളുമായി വരുന്ന ബോട്ടിന് കടന്നുപോകാനും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. അടുത്ത മാസം പാലം തുറക്കാനാകുമെന്നാണ് കണക്കാക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. പട്ടയത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഇടുക്കി കല്ലാർകുട്ടി മേഖലയിലുള്ളവർ. 3000-ലധികം കുടുംബങ്ങളാണ് ഇവിടെ പട്ടയം കാത്തു കഴിയുന്നത്. ഇതോടെ ബാങ്ക് വായ്പ പോലും കിട്ടാത്ത സ്ഥിതിയിലാണ് ഈ കുടുംബങ്ങൾ. കല്ലാർകുട്ടി ജലാശയത്തിന് സമീപ മേഖലകളിൽ താമസിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ പട്ടയത്തിനായുള്ള കാത്തിരിപ്പ് നീളുകയാണ്. ഈ ആവശ്യം നിരന്തരം ഉന്നയിച്ചിട്ടും അധികൃതർ ഗൌനിക്കുന്നില്ലെന്നാണ് കല്ലാർകുട്ടി നിവാസികളുടെ ആക്ഷേപം. ഹൈറേഞ്ചിലെ മുഴുവൻ കർഷകരുടെയും ഭൂമിക്ക് പട്ടയം നൽകുമെന്ന സർക്കാർ പ്രഖ്യാപനമുണ്ടായിട്ടും കല്ലാർകുട്ടിയിലെ 3000-ലധികം കർഷക കുടുംബങ്ങൾക്ക് പട്ടയം വൈകുന്നത് പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. കല്ലാർകുട്ടി ഡാമിന്റെ കച്ചവന്റെ ഏരിയയിൽപ്പെട്ട 4000-ഓളം വരുന്ന കർഷകർക്കും അതിനു മുമ്പ് പട്ടയം ഉണ്ടായിരുന്ന ആളുകൾക്കും നിലവിലുള്ള റീസർവേ നടപടികൾ പൂർത്തീകരിക്കുവാനോ അതിനുവേണ്ട നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനോ റവന്യൂ വകുപ്പിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല.
കല്ലാർകുട്ടി അണക്കെട്ടിന്റെ ഇരുകരകളിലുമായി വെള്ളത്തൂവൽ, കൊന്നത്തടി പഞ്ചായത്തുകളിൽ താമസിക്കുന്ന 3000-ലധികം കുടുംബങ്ങൾക്കാണ് ഇനിയും പട്ടയം ലഭിക്കാനുള്ളത്. നിരവധി സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഇതിനിടെ നടത്തിയിരുന്നു. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും ചികിത്സയ്ക്കും ഉൾപ്പെടെ പല കുടുംബങ്ങളും സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ കൈവശ ഭൂമിക്ക് പട്ടയമില്ലാത്തതിനാൽ ബാങ്ക് വായ്പ പോലും കിട്ടാത്ത സാഹചര്യമാണെന്നും ഇവർ പരാതിപ്പെടുന്നു. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കിയിലെ തോട്ടം മേഖലയായ ഏലപ്പാറ ഹെലിബറിയിലേക്ക് KSRTCയുടെ പുതിയ സർവീസ് തുടങ്ങി. പുറം ലോകത്തെത്താൻ ജീപ്പുകളെയും ടാക്സി വാഹനങ്ങളെയും മാത്രം ആശ്രയിച്ചിരുന്ന തോട്ടം മേഖലയ്ക്ക് പുതിയ സർവീസ് ആശ്വാസമാവുകയാണ്. പുതിയ ബസ് സർവീസിന് നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ സ്വീകരണവും ഒരുക്കിയിരുന്നു. മുൻപ് ബസ് സർവീസ് ഉണ്ടായിരുന്ന പ്രദേശമാണ് ഹെലിബറിയ. റോഡ് തകർന്നതോടെ ഈ ഭാഗത്തേക്കുള്ള ബസ്സുകൾ സർവീസ് പൂർണ്ണമായും അവസാനിപ്പിച്ചു. പിന്നീട് ജീപ്പുകളും ഓട്ടോറിക്ഷയും മാത്രമായിരുന്നു തോട്ടം തൊഴിലാളികൾക്ക് ആശ്രയം. റോഡ് നവീകരിച്ചതിനു ശേഷം ബസ്സുകൾ എത്താതായതോടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. പിന്നാലെയാണ് KSRTC കുമളിയിൽ നിന്നും ഹെലിബറിയിലേക്ക് സർവീസ് തുടങ്ങാൻ തീരുമാനിച്ചത്. ഒരു ദിവസം 2 പ്രാവശ്യം കുമളിയിൽ നിന്നും ഹെലിബറിയ വഴി ഏലപ്പാറയിലേക്ക് പോകും വിധമാണ് സർവീസ്. വാഴൂർ സോമൻ MLAയുടെ നേതൃത്വത്തിൽ ഏലപ്പാറയിൽ ബസ്സിന് സ്വീകരണം നൽകി. ഞാൻ ആവശ്യപ്പെട്ടിരുന്നത് കുമളിയിൽ നിന്ന് ശാന്തിപ്പാലം വഴി ഹെലിബറിയ വഴി ഏലപ്പാറ വന്ന് വാഗമൺ പോയി തിരിച്ചു പോകുന്ന ഒരു സർവീസാണ് ആവശ്യപ്പെട്ടത്. റോഡ് കുറച്ചും കൂടെ തീരാറുണ്ട്. നമുക്ക് റോഡിൻ്റെ പണികളൊക്കെ ഓരോ വശത്തോടും തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഇങ്ങനെ തുടങ്ങാം. ഹെലിബറിയിൽ നിന്നും ശാന്തിപാലം വഴി പോകും വിധം സർവീസ് പുനഃക്രമീകരിക്കണമെന്ന ആവശ്യവും ജനങ്ങൾ ഉന്നയിക്കുന്നു. റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് ഈ ആവശ്യം പരിഗണിക്കാമെന്നാണ് KSRTCയുടെ ഉറപ്പ്. മേഖലയിലേക്ക് ബസ് എത്തി തുടങ്ങിയതോടെ വലിയ യാത്രാ ദുരിതം ഒഴിവായതിന്റെ ആശ്വാസത്തിലാണ് തോട്ടം തൊഴിലാളികൾ. ന്യൂസ് 18 ഇടുക്കി. തകർന്ന റോഡിലൂടെ വർഷങ്ങളായി ദുരിതയാത്ര നടത്തുകയാണ് പാലക്കാട് മുതുതല പെരുമുടിയൂർ നിവാസികൾ. പുതിയ ഗേറ്റ് മുതൽ പെരുമുടിയൂർ തറ വരെയുള്ള റോഡാണ് തകർന്നിരിക്കുന്നത്. ഫണ്ട് വകയിരുത്തിയിട്ടും റോഡ് പണിയിൽ അട്ടിമറി നടക്കുന്നതായാണ് ആരോപണമുയരുന്നത്. മുതുതല ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡിൽ ഉൾപ്പെടുന്ന പുതിയ ഗേറ്റ് മുതൽ പെരുമുടിയൂർ തറ വരെയുള്ള ഗ്രാമപാതയാണ് വർഷങ്ങളായി യാത്രായോഗ്യമല്ലാതെ തകർന്ന് തരിപ്പണമായി കിടക്കുന്നത്. ദിവസേന നിരവധി ആളുകളാണ് ഈ റോഡിനെ ആശ്രയിക്കുന്നത്. 3 കിലോമീറ്ററോളം വരുന്ന പാത വലിയ കുഴികൾ നിറഞ്ഞും അരികിടിഞ്ഞും കാൽനട യാത്രക്കാർക്ക് പോലും യാത്ര ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണ്. വാർഡ് മെമ്പറുടെ ശ്രമഫലമായി പഞ്ചായത്ത് റോഡ് നവീകരണത്തിന് ഫണ്ട് അനുവദിച്ചിരുന്നു. എന്നാൽ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും MLAയുടെ പദ്ധതിയിൽ ഈ റോഡ് ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പഞ്ചായത്ത് അനുവദിച്ച ഫണ്ടിന് തടസ്സം നിൽക്കുകയും MLA അനുവദിച്ച ഫണ്ട് വകമാറ്റുകയും ചെയ്തു എന്നാണ് ആരോപണം. ഈ 7, 8, 9, 10 വാർഡുകൾ കടന്ന റോഡിന്റെ ഈ അവസ്ഥ ഈ ഭാഗത്തുള്ള ജനങ്ങൾക്ക് എല്ലാം അറിയുന്ന കാര്യമാണ്. പക്ഷേ ഈ ഒരു റോഡ് 8ാം വാർഡ് മെമ്പറെ പേരിൽ ചാർത്തിക്കൊണ്ട് CPM പല രീതിയിലുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട്. പിന്നീട് അതിലെടുത്ത് പറയാനുള്ളത്, ഇവിടെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ബ്ലോക്ക് മെമ്പറുണ്ട്, അതേമാതിരി ജില്ലാ പഞ്ചായത്ത് മെമ്പറുണ്ട്. ഈ മെമ്പർമാർ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അന്ന് ഇവിടുന്ന് പോയിട്ട് ഈ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ 8ാം വാർഡിൽ ഒരു രൂപ പോലും ഈ 8ാം വാർഡിലേക്ക് ഇന്നേ വരെ MLAയോ മറ്റേ ബ്ലോക്ക് മെമ്പറോ ജില്ലാ പഞ്ചായത്ത് മെമ്പറോ ഈ 8ാം വാർഡിലേക്ക് അനുവദിച്ചിട്ടില്ല. പ്രദേശത്തെ സർക്കാർ സ്വകാര്യ ഹയർ സെക്കൻഡറി സ്കൂളുകൾ, പ്രാഥമിക ഹോമിയോ ആശുപത്രി, താലൂക്ക് ആശുപത്രി, ക്ഷേത്രങ്ങൾ എന്നിവിടങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ അടക്കം നിരവധി ആളുകൾ സ്വകാര്യ ബസ്സിൽ ദിവസേന യാത്ര ചെയ്യുന്ന റോഡിലാണ് ഈ ദുരവസ്ഥ. ഹയർ സെക്കൻഡറി സ്കൂൾ, അതുപോലെ മുത്തശ്ശേർകാവ്, അതുപോലെ ആലക്കുപറമ്പ് ശിവക്ഷേത്രം, അതുപോലെ തന്നെ ഇവിടെ MIS സ്കൂള്, അതുപോലെ താലൂക്ക് ഓഫീസ്, അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രി, അങ്ങനെ ഒരുപാട് പേര് പട്ടാമ്പിയിലേക്ക് എത്താൻ ഒരു എളുപ്പമാർഗം കൂടിയാണ് ഈ ഒരു പാത. ഈ പാതയുള്ള അവഗണന തുടങ്ങിയിട്ട് 6-7 വർഷത്തോളമായി. പലവട്ടം അധികാരികളെ ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുകയും പരിഹരിക്കാം, നേരാക്കാം എന്നുള്ളതല്ലാതെ ഇന്നേ വരെ അതിന്റെ മേലെ ഒരു നടപടി എടുത്തിട്ടില്ല. 2500-ലധികം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്തേക്കുള്ള റോഡാണിത്.
2016-17 കാലഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 20 ലക്ഷം രൂപ കൊണ്ട് നടത്തിയ അറ്റകുറ്റപ്പണി അല്ലാതെ മറ്റൊരു നവീകരണവും ഈ റോഡിൽ നടത്തിയിട്ടില്ല. റോഡിനുള്ള അവഗണന അവസാനിപ്പിച്ച് ജനങ്ങളുടെ ദുരിതം പരിഹരിക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 പാലക്കാട്. നെടുമ്പാശ്ശേരിയിൽ CISF ഉദ്യോഗസ്ഥർ കാറിടിച്ച് കൊലപ്പെടുത്തിയ ഐവിൻ ജിജോയ്ക്ക് വിട ചൊല്ലി ജന്മനാട്. അങ്കമാലി തുറവൂർ സെന്റ് അഗസ്റ്റിൻ പള്ളി സെമിത്തേരിയിൽ നടന്ന സംസ്കാര ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിലെ തർക്കത്തിനിടെയാണ് ഐവിൻ ജിജോയെ CISF ഉദ്യോഗസ്ഥർ കാറിടിച്ച് അതിദാരുണമായി കൊലപ്പെടുത്തിയത്. പ്രതികളെ അങ്കമാലി കോടതിയിൽ ഹാജരാക്കി. പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. CISF ഉദ്യോഗസ്ഥരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. നെടുമ്പാശ്ശേരിയിൽ CISFനെതിരായ പരാതികൾ പരിശോധിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. ഇത് ഒരു അപകടമല്ല, ക്രൂരമായ കൊലപാതകമാണ്. നമ്മളെല്ലാവരും ഞെട്ടലോടുകൂടിയും വളരെ പ്രയാസത്തോടുകൂടി കണ്ടതാണ്. ഒരു ചെറുപ്പക്കാരനാണ്, 24-25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് ക്രൂരമായി കൊല ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. അതനുസരിച്ചുള്ള നിയമപരമായ നടപടികളുണ്ടാകണം. കാരണം ഈ വണ്ടിയിൽ മുമ്പിൽ നിന്നിരുന്ന ആളെ തള്ളി മറിച്ചിട്ട് പോലീസ് റിപ്പോർട്ടും അതുതന്നെയാണ്. ബോണറ്റിൽ ദീർഘദൂരം ഓടിച്ചു കൊണ്ടുപോയി ആൾ അപകടത്തിൽപ്പെട്ട് മരിക്കുകയായിരുന്നു. അതിൽ ഉത്തരവാദികളായ ആളുകളെ കൊലക്കുറ്റത്തിന് തന്നെ കേസെടുത്ത് അവർക്കെതിരായ നിയമപരമായ നടപടികൾ സ്വീകരിക്കണം. കുടുംബത്തിന് സംഭവിച്ച നഷ്ടം നികത്താൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ഇത്തരം സംഭവങ്ങൾ ഒരു കാരണവശാലും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധ വേണം. ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ ഞങ്ങൾ എല്ലാവരും പങ്കുചേരുക. തിരുവനന്തപുരം കിളിമാനൂർ വെള്ളല്ലൂരിൽ റാപ്പർ വേടന്റെ സംഗീത പരിപാടി റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് നടന്ന അക്രമ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. ആറ്റിങ്ങൽ ഇളമ്പ സ്വദേശി അരവിന്ദാണ് പിടിയിലായത്. നഗരൂർ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ ഉൾപ്പെട്ട മറ്റു പ്രതികൾക്കായി പോലീസ് അന്വേഷണം വ്യാപകമാക്കി. കണ്ണൂർ പയ്യന്നൂരിൽ വയോധികയ്ക്ക് ചെറുമകന്റെ ക്രൂരമർദ്ദനം. പയ്യന്നൂർ കണ്ടങ്കാളി സ്വദേശി കാർത്തിയായനിയാണ് മർദ്ദിച്ചത്. ചെറുമകൻ റിജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഹോം നഴ്സ് അമ്മിണി രാമചന്ദ്രന്റെ പരാതിയിലാണ് കേസ്. 88 വയസ്സുള്ള മുത്തശ്ശി ഒപ്പം താമസിക്കുന്നതിലെ വിരോധമാണ് മർദ്ദനത്തിന് കാരണമെന്നാണ് FIR. മെയ് 11-നാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. മദ്യലഹരിയിലെത്തിയ റിജു മുത്തശ്ശി അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. കാർത്തിയായനി പരിയാരം മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയാണ്. പാലക്കാട് തേനൂരിൽ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. ലക്കിടി തെക്കുംചെറോട് അനന്തകുമാറാണ് മരിച്ചത്. 22 വയസ്സായിരുന്നു. തേനൂർ അത്താഴംപറ്റക്കാവ് വളവിലാണ് അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട ബൈക്കും എതിരെ വന്ന കാറും കൂട്ടിയിടിക്കുകയായിരുന്നു. ജോലി കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് വരുന്നതിനിടെയാണ് അപകടം. പാറശാല KSRTC ഡിപ്പോയിൽ 2 ജീവനക്കാർക്ക് സസ്പെൻഷൻ. യൂണിറ്റ് അസിസ്റ്റന്റും കണ്ടക്ടർക്കുമാണ് സസ്പെൻഷൻ. അവധിയിൽ പ്രവേശിച്ചതിനെ തുടർന്ന് നൽകിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ കൃത്രിമം കാണിച്ചതിനെ തുടർന്നാണ് യൂണിറ്റ് അസിസ്റ്റന്റ് ഷിബുവിനെ സസ്പെൻഡ് ചെയ്തത്. മദ്യപിച്ചോ എന്നറിയാനുള്ള പരിശോധനയിൽ നിന്ന് വിട്ടുനിന്നതിനാണ് കണ്ടക്ടർ ജോണിക്കെതിരായ നടപടി. പ്രവാസിയായിരുന്ന അച്ഛൻ സാബുവിന്റെയും അങ്കണവാടി അധ്യാപിക ചിപ്പിയുടെയും ആഗ്രഹം സാധിച്ചു നൽകിയ സന്തോഷത്തിലാണ് ഏകമകൾ 6ാം ക്ലാസ്സുകാരി അവന്തിക. കൊല്ലം പന്മന ചിറ്റൂർ UP സ്കൂളിലെ വിദ്യാർത്ഥിനിയായ അവന്തിക കളരിപ്പയറ്റിൽ മികച്ച നേട്ടമാണ് കൈവരിച്ചത്. ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിലും മിന്നും പ്രകടനം കാഴ്ചവെച്ചു ഈ കൊച്ചുമിടുക്കി. അഞ്ചു വയസ്സു മുതലാണ് അവന്തിക കളരിപ്പയറ്റ് പരിശീലനം തുടങ്ങിയത്. പന്മനമനയിലെ കൃഷ്ണായനത്തിൽ ശശിധര ഗുരുക്കളുടെ ശിക്ഷണത്തിലാണ് അവന്തിക കളരിപ്പയറ്റ് പരിശീലിക്കുന്നത്. ഹൈദരാബാദിൽ നടന്ന നാഷണൽ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ 2 സ്വർണം, 3 വെള്ളി, 1 വെങ്കലം എന്നിവയാണ് അവന്തിക സ്വന്തമാക്കിയത്. നമ്മളെ ഇത്രത്തോളം കളരിപ്പയറ്റ് ഇഷ്ടപ്പെടാനുണ്ടായത് സാഹചര്യം? ചെറുപ്പം തൊട്ടേ കളരിയിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ അച്ഛൻ കരാട്ട പഠിച്ചിട്ടുണ്ട്. അപ്പം അച്ഛൻ്റെയും ഭയങ്കര ആഗ്രഹമായിരുന്നു കളരി പഠിക്കണം. ഈ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് എങ്ങനെയാണ് ഈ ചെറുപ്രായത്തിൽ ഇത്രത്തോളം മത്സരങ്ങൾ? അത് കൂടുതൽ സപ്പോർട്ട് ചെയ്ത അച്ഛനാണ്. പിന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയും
പ്രാക്ടീസ് എല്ലാം ചെയ്യിപ്പിക്കുന്ന ആശാനാണ്. പിന്നെ വീട്ടിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന നല്ല അച്ഛൻ. ഈ പഠിത്തത്തോടൊപ്പം ഇതിനൊക്കെ എപ്പോഴാണ് സമയം കണ്ടെത്തുന്നത്? അത് വെക്കേഷനിൽ കൂടുതലും ചെയ്യും. പിന്നെ വൈകിട്ട് ഒന്ന് ചെയ്യും, അല്ലെങ്കിൽ രാവിലെ. അപ്പം കൊച്ചു മിടുക്കിയാണ്, 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഈ മിടുക്കിയെ പഠിപ്പിക്കുന്ന ആശാൻ നമ്മളോടൊപ്പം ചേരുകയാണ്. നമുക്ക് ചോദിച്ചറിയാം. ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്. അതിൽ 100 പേര് വരുമ്പോൾ അതിൽ 25 പേരെ നമുക്ക് കൃത്യമായി കിട്ടാറുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മളെ രീതിയിൽ പഠിച്ചു കയറുന്ന 25 കുട്ടികളെ കിട്ടാറുള്ളൂ. അതിലൊരാളാണ് അയാൾ. അപ്പോൾ അത് വന്ന് എത്രയും നല്ലോണം അത് വീട്ടിൽ വന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നമുക്കൊരു പ്രധാനമായ ഒരു ഘടകമാണ്. കളരിയിൽ ഇപ്പോൾ ആഴ്ച 3 ദിവസമേ ഉള്ളൂ. അവിടെ 1 മണിക്കൂറോ 2 മണിക്കൂറേ കാണത്തുള്ളൂ. പിന്നുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് അവർ വീട്ടിൽ പ്രാക്ടീസ് ചെയ്താൽ അത്രയും ഗുണകരമായിട്ട് അവർക്ക് ചെയ്യാൻ സാധിക്കും. ഏത് സ്റ്റേജിലായാലും ഏത് മത്സരത്തിനകത്ത് ചെയ്യാൻ കഴിയും. അത് ആ കുട്ടിയുടെ കഴിവും വീട്ടിൽ മാതാപിതാക്കളുടെ സപ്പോർട്ടുമാണ് അതിൻ്റെ നിലപാട്. എനിക്കൊരു ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും എൻ്റെ മനസ്സിലാഗ്രഹമായിരുന്നു ഇവരെ ഏതെങ്കിലും ഒന്ന് പഠിപ്പിക്കണം എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ചോദിച്ച് ഞാൻ കരാട്ടയായിട്ട് എന്താ കളരിക്ക് വിട്ടേന്ന്. അപ്പോൾ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ കളരി ആകുമ്പോൾ കുറേ കൂടെ ഫ്ലെക്സിബിലിറ്റി അല്ലേ. അപ്പോൾ ഫ്ലെക്സിബിലിറ്റി കഴിഞ്ഞതിന് ശേഷം ഒരു 10-20 വയസ്സൊക്കെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം കരാട്ടയ്ക്കും വിടത്തില്ലെന്നല്ല. അപ്പോൾ ഇപ്പോൾ ഏറ്റവും നല്ലത് ഫ്ലെക്സിബിലിറ്റിക്ക് കളരിയാന്ന് തോന്നി. അങ്ങനെ അതുകൊണ്ട് കളരിക്ക് വിട്ട് നോക്കിയപ്പോൾ നല്ല അവൾക്ക് അതിനകത്തോട് നമ്മൾ നിർബന്ധിക്കുകയല്ല, പറയുന്നെങ്കിലും അവൾ അത് അംഗീകരിക്കുന്നുണ്ട്. അവൾക്കത് ഇഷ്ടവും തോന്നി. അത് ഏത് കുട്ടികളായാലും നമ്മളൊന്നും രക്ഷിതാക്കളൊന്നും അങ്ങോട്ട് പ്രസ് ചെയ്ത് പറയാതിരിക്കുന്നതാണ് നല്ലത്. അവരുടെ മനസ്സിലും കുറച്ച് ഇതുണ്ടെങ്കിലല്ല. അപ്പം നോക്കിയപ്പോൾ അവൾക്കും നല്ലോണം ചെയ്യും. ഇപ്പോൾ ഇന്ന് ക്ലാസ് പഠിപ്പിക്കുന്ന എന്തെങ്കിലും ആണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അവൾ പഠിക്കും. പിന്നെ ഈ വർഷം സ്റ്റേറ്റ് ചാമ്പ്യനായി. പിന്നെ അതിലുപരി നമുക്ക് പെട്ടെന്നായിരുന്നു ചേട്ടൻ തന്നെ വിളിച്ച് പറഞ്ഞ് 5 ദിവസമേ ഉള്ളൂ നാഷണലിൽ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഈ വയസ്സ് കുറവായതുകൊണ്ട് പോകാൻ പറ്റുമോ എന്നുള്ള അറിയില്ലായിരുന്നു. അപ്പോൾ പറഞ്ഞ് 14 വയസ്സിന് ഉള്ള, അപ്പോൾ നമുക്ക് 11 വയസ്സ്. എന്നാലും അങ്ങനെ പോയി. അവിടെ പോയൊരു ഇച്ചിരി ഏത് ആൾക്കാർക്ക് ഇച്ചിരി പാടുള്ള ഒരു പരിപാടി അവിടെ എത്തിപ്പെട്ടതെന്ന് പറഞ്ഞു. അവർക്ക് ആദ്യം ഒരു ഇതുണ്ടെങ്കിലും പിന്നെ മത്സരത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും വന്നപ്പോൾ നേരത്തെ പറഞ്ഞില്ല, അവർക്ക് എന്തോ ഒരു എനർജി ഉണ്ട്. അതുപോലെ ചെയ്ത് ദൈവം സഹായിച്ച് അവിടെ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ പറ്റി. ഇതിലും നല്ലതായിട്ട് അടുത്ത വർഷം വരട്ടെ എന്നുള്ള ആഗ്രഹമുണ്ട്. ഹൈദരാബാദിൽ നടന്ന നാഷണൽ വിഭാഗം കളരിപ്പയറ്റിൽ 2ാം സ്ഥാനം നേടിയതിൻ്റെ വളരെ സന്തോഷത്തിലാണ് നമ്മുടെ അവന്തിക. വരും കാലങ്ങളിൽ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് വീണ്ടും 1ാം സ്ഥാനത്തേക്ക് എത്താനുള്ള തീവ്ര പരിശ്രമത്തിൽ തന്നെയാണ്. എസ് വിനീഷ്, ന്യൂസ് 18, കൊട്ടാരക്കര. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇനി പ്രൈം ഡിബേറ്റിൽ മഞ്ജുഷ് ഗോപാൽ ചേരും. നമസ്കാരം.